ജീപ്പിലേക്ക് പ്രവർത്തകരിൽ ചിലരെ കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. മുഴുവൻ പ്രവർത്തകരെയും ഗേറ്റിന് മുൻപിൽ നിൽക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും നീക്കാനുള്ള ശ്രമത്തിലാണ്. ബലമായി കൊണ്ടുപോകുന്നത് തടയാനായി മറ്റ് പ്രവർത്തകരും ശ്രമിക്കുന്നുണ്ട്. പോലീസുമായി ഉന്തും തള്ളും നടക്കുകയാണ്. പോലീസ് ജീപ്പിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ട് അത് മറ്റ് പ്രവർത്തകർ കൂടി ചേർന്ന് പ്രവർത്തകരെ തടഞ്ഞു വയ്ക്കുകയാണ്. വലിച്ചിഴച്ചുകൊണ്ട് പോലീസ് പ്രവർത്തകരെ ജീപ്പിലേക്ക് നീക്കുകയാണ്, അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇപ്പോൾ 3 പേരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇനിയും മറ്റ് പ്രവർത്തകരുമുണ്ട്. അവരെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിലാണ്. ബലം പ്രയോഗിച്ചുകൊണ്ടാണ് പോലീസ് ഈ പ്രവർത്തകരെ എല്ലാം തന്നെ ജീപ്പിലേക്ക് കയറ്റുന്നത്. ഇപ്പോൾ ഈ കോളേജ് ഗേറ്റിന് മുൻപിൽ നിൽക്കുന്ന പ്രവർത്തകരെ എല്ലാം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബാരിക്കേഡിന് മുൻപിലായുള്ള പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ളത്. അതിനുള്ള ശ്രമത്തിലാണ് പോലീസ്. നിലവിൽ ഈ ഗേറ്റിന് മുൻപിലെ പ്രതിഷേധക്കാരെ എല്ലാം തന്നെ ജീപ്പിൽ നിന്നും പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. പോലീസുമായി വാക്കേറ്റമുണ്ടാവുകയാണ്. പ്രവർത്തിക്കുന്നതെന്നുമാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഒരു മര്യാദയ്ക്ക് വേണം സാർ, ഇത് നമ്മുടെ പ്രതിഷേധമാണ് എന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. പോലീസും ഒന്ന് സ്വരം മയപ്പെടുത്തുന്നുണ്ട്. കയറാനൊക്കെ മൃദുവായി ആവശ്യപ്പെടുന്നു അല്ലേ? അതെ സുജയ, ഇപ്പോൾ പ്രവർത്തകരെ അനുനയിപ്പിച്ചിരിക്കുകയാണ്. പ്രവർത്തകർ തന്നെ ജീപ്പിലേക്ക് കയറുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ പോലെ ബലം പ്രയോഗിച്ച് കയറ്റേണ്ട ഒരു സാഹചര്യമില്ല. ഈ ഗേറ്റിന് മുൻപിൽ പ്രതിഷേധിച്ച 10 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ജീപ്പിലും മുദ്രാവാക്യം വിളികളുമായി ഈ പ്രതിഷേധക്കാർ തുടരുകയാണ്. അങ്ങനെ അവരെ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. റാഗിങ്ങിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു. 2 ഇടങ്ങളിലേക്കും പ്രവർത്തകരെത്തിയതാണ്. വലിയ രീതിയിലുള്ള പോലീസ് നടപടി 2 ഭാഗത്തേക്കും കേന്ദ്രീകരിക്കേണ്ടി വന്നു. ഒരു ഭാഗത്ത് ജലപീരങ്കി പ്രയോഗിച്ച പ്രവർത്തകർ അവരിപ്പോൾ ആ ഗേറ്റിന് മുന്നിലാണ്. ഇത് പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്കൊക്കെ കയറുന്ന ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചവരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് നീക്കിയിരിക്കുന്നത്.